ഈ ടെക്നോളജിയൊക്കെ ജെറ്റ് സ്പീഡിൽ അങ്ങ് മുൻപിലേക്ക് പോയ ഈ കാലത്ത് ഫോട്ടോസ് സേവ് ചെയ്യാനായി നമുക്ക് ഐക്ലൗഡും ഗൂഗിൾ ഡ്രൈവും ഹാർഡ് ഡിസ്കും ഫ്ലാഷ് ഡ്രൈവും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഈ സമയത്ത് എൻ്റെ പോലത്തെ ഈ പ്രാന്ത് നിങ്ങൾക്കുണ്ടോ? കയ്യിൽ പിടിക്കാൻ വലിപ്പത്തിൽ പോക്കറ്റ് മണി കിട്ടിത്തുടങ്ങിയ കാലം മുതൽ ഞാൻ ചെയ്തു തുടങ്ങിയ പരിപാടി കേട്ടോ ഇത്. ഞാനായിട്ട് തുടങ്ങിയ ആചാരമൊന്നും അല്ല. വീട്ടിൽ പപ്പയും അപ്പച്ചിയും ഒക്കെ ചെയ്യുന്നത് കണ്ട് അതങ്ങ് കോപ്പി അടിച്ചെന്നേ ഉള്ളൂ. എടുക്കുന്ന ഫോട്ടോസിൽ എനിക്കിഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ടതെന്ന് തോന്നുന്നത് അതങ്ങ് ഡെവലപ്പ് ചെയ്ത് സൂക്ഷിക്കും. ഒരു റിവേഴ്സ് ഓർഡറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാപ്ചർ ചെയ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മക്കളായിട്ടുള്ള നല്ല മെമ്മറീസും മൊമെൻറ്റ്സും ഒക്കെയാണ്. കല്യാണം കഴിഞ്ഞ നാളെ മുതൽ ഹസ്ബൻഡായിട്ടുള്ളതും ഹസ്ബൻഡിൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും ആയിട്ടുള്ള എല്ലാ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സും ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെയും പിന്നിലേക്ക് ഒന്നുകൂടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ കോളേജ് ആൻഡ് ഹോസ്റ്റൽ കാലഘട്ടം അതെൻ്റെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട ടൈമായിരുന്നു. ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട് അവിടെ. പറ്റാവുന്നതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നൊക്കെ ഫോട്ടോസ് ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് ഒരു ചടങ്ങൊടിച്ച പരിപാടിയൊന്നും അല്ലായിരുന്നു. ഒരു ഫിലിം റോളിനകത്ത് 36 ഫിലിം ഉണ്ടാവും. ഈ 36 ഫോട്ടോസ് എടുത്ത് കഴിയുമ്പോൾ ഡെവലപ്പ് ചെയ്യാനുള്ള ക്യാഷ് സെറ്റാവുന്ന ടൈമിൽ സ്റ്റുഡിയോ കൊണ്ടുപോയി അതങ്ങോട്ട് ഡെവലപ്പ് ചെയ്യിപ്പിക്കും. അത്ര തന്നെ, സിമ്പിൾ. ഇന്നത്തെ പോലെ ആംഗിൾ ശരിയാണോ, എസ്തെറ്റിക് ആണോ, കണ്ണടച്ചോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫോട്ടോ എടുക്കുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, അത്ര തന്നെ. പിന്നെ ഈ ഫോട്ടോസ് കിട്ടിക്കഴിയുമ്പോൾ കാണാനുള്ള എല്ലാവരുടെ എക്സൈറ്റ്മെൻറ്റ്, അതാണ് ഇതിൻ്റെ ഏറ്റവും അടിപൊളി പാർട്ട്. എല്ലാവരും കൂടെ എന്തൊരു അടിയാണെന്നോ. അതൊക്കെ ഒരു കാലമല്ലേ. അങ്ങനെ കഴിഞ്ഞു പോയ കാലത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ജോയ്, അതിൻ്റെ ഒരു ബിറ്റെങ്കിലും ഓരോ തവണ ഫോട്ടോസ് മറിച്ച് നോക്കുമ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. ചില ഫോട്ടോസൊക്കെ കാണുമ്പോൾ സന്തോഷവും സങ്കടമൊക്കെ കണ്ട് കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. ഓരോ ഫോട്ടോയ്ക്ക് പിന്നിൽ ഓരോ സ്റ്റോറീസ് ഉണ്ടെന്നേ. ഓരോ മുഖത്തിന് പിന്നിലും ആഴത്തിലുള്ള ഓരോ ഓർമ്മകളും. ഒരു കാര്യം മാത്രം ഉറപ്പാണ്, ഈ ഫോട്ടോസിലൊക്കെയുള്ള എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ചിലരൊക്കെ കൂടെ കൂടി ഒരുപാട് അടിപൊളി ഓർമ്മകൾ തന്നിട്ട് വേറെ വഴികളിലൂടെ അങ്ങ് നടന്നുപോയി. ചിലരൊക്കെ കട്ടയ്ക്ക് ഇപ്പോഴും കൂടെയുണ്ട്. പിന്നെ ഈ ഫോട്ടോസൊക്കെ നശിച്ചു പോകില്ലെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും. എൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോസൊക്കെ ഇത് ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നില്ലേ. ചിലതൊക്കെ ഫംഗസ് കയറി പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ സൂക്ഷിച്ചാൽ ഇത് അങ്ങനെ തന്നെ ഇരിക്കും. മിനിമം ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഒന്ന് കാറ്റും വെളിച്ചമൊക്കെ കൊള്ളിച്ച് പുതിയ ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് ചെറിയൊരു അപ്ഗ്രേഡ് നടത്തി തിരിച്ചു വെച്ചാൽ സംഭവം നല്ല സൂപ്പറായിട്ടിരിക്കും. എന്നെ സംബന്ധിച്ചിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. കാര്യം ഞാൻ സേവ് ചെയ്ത് വയ്ക്കുന്നത് വെറും പിക്ചേഴ്സ് മാത്രമല്ലല്ലോ, അതിന് പിന്നിലുള്ള ഓരോ ഓർമ്മകളും എൻ്റെ ലൈഫ് അടിപൊളിയാക്കാൻ ഹെൽപ്പ് ചെയ്ത ആൾക്കാരുടെ മുഖങ്ങളും ഒക്കെ അല്ലേ. സോ ഐ ജസ്റ്റ് ലവ് ഡൂയിങ് ഇറ്റ്. എൻ്റെ ഒരു ഹാപ്പിനെസ് കിക്കാണിത്. ഹൗ അബൌട്ട് യു ഗൈസ്? നിങ്ങൾക്കും ഉണ്ടോ ഇങ്ങനത്തെ ഒരു ഇഷ്ടം?